മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 17 മുതലുള്ള പാരഗ്രാഫിൽ യൂദായുടെ ഒരു പ്രത്യേക കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് അത് നമുക്കൊന്ന് ധ്യാനിക്കാം. 21-ാം വാക്യത്തിൽ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരുമിച്ച് നടക്കുന്ന 12 ശിഷ്യന്മാർ ഒരുമിച്ച് ഭക്ഷിക്കുന്നു, ഒരുമിച്ച് പാനം ചെയ്യുന്നു, സഞ്ചരിക്കുന്നു, വിശ്രമിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുന്നു. ഇങ്ങനെ പല ശരീരമാണെങ്കിലും ഒരു മനസ്സായിട്ട് പോകുന്ന ഒരു ടീമാണിത്. തീവ്രവാദ സംഘടനയല്ല, സ്നേഹത്തിൻ്റെ സംഘടന. ഇതാ 3 വർഷത്തിന് ശേഷം ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ 1000 പേരില്ല, 500 ഇല്ല, 100 ഇല്ല, 50 ഇല്ല, 12 പേരോട് പറയാ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ശിഷ്യന്മാർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ എന്ന് ഓരോരുത്തരും ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും സ്വയം പരിശോധിച്ചില്ലേ? ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയില്ലേ? ഇല്ലേ? ഇതിനൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന അവസരങ്ങളാ. സ്വയം ശോധന ചെയ്യണം. നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പെർഫെക്റ്റ് അല്ല, പക്ഷെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്തുവിൽ വളരാൻ, കുറവുകൾ നികത്താൻ, വിശുദ്ധിയിൽ വളരാൻ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ കർത്താവ് പറയുകയാണ്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. ആദ്യ ആളെ പറഞ്ഞില്ല. അപ്പൊ ഈ 12 പേര് മനസ്സ് വേദനപ്പെട്ട, അയ്യോ എൻ്റെ ദൈവമേ ആരായിരിക്കും എന്ന് ഇങ്ങനെ നോക്കുമ്പോ ഈ ചങ്ങാതി മിണ്ടുന്നില്ല. വീണ്ടും ഒരു 3, 4, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പഴച്ചാറിനകത്ത് മുക്കിയാണ് പെസഹായുടെ അപ്പം തിന്നുന്നത്. അങ്ങനെയാ എൻ്റെ ഓർമ്മ. എന്നോടുകൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ തന്നെ. അപ്പോ ഒരു പാത്രത്തിലാ മുക്കുന്നത്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂദ ഞാനാണോ എന്ന് ചോദിച്ച് ടെൻഷൻ പിടിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. പുള്ളി വേഗം അപ്പം മുറിച്ച് മുക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളാരുമല്ല. ഇപ്പൊ എൻ്റെ കൂടെ കൈമുക്കുന്നയാളെ കണ്ടോ? ക്ലിയർ ആയില്ലേ? നിങ്ങളൊരു മനസാക്ഷിയിൽ നിന്ന് സത്യമായിട്ട് പറ, ഇവന് രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുത്തതല്ലേ യേശു? അല്ലേ? ഇവൻ ഇനി ഒരു കൈക്കൂലി മേടിച്ചിട്ടോ വഞ്ചിക്കപ്പെട്ടിട്ടോ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടോ ഒക്കെ മനുഷ്യനല്ലേ? പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു, അവൻ അതിലിട്ടത് എടുത്തു വന്നു. കർത്താവിന് ഈ റിപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ കർത്താവ് ക്ഷമിച്ചു. ഇതൊരു ചാൻസാ, ലാസ്റ്റ് ചാൻസാ. അവൻ കേട്ടിട്ട് കേൾക്കാത്ത മട്ടിലിരുന്നു. വാക്യം 24, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവന് കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ഇതാ അവൻ ചോദിക്കുന്നു, ഞാനോ റബി? വലിയ ബഹുമാനത്തോടെയാ വിളിക്കുന്നത്. നീ തന്നെ എന്നവൻ പറഞ്ഞു. എന്നിട്ടും അവൻ മാനസാന്തരപ്പെട്ടില്ല.
മറ്റുള്ളവരെല്ലാം കരയുക, ഷാഢ്യം കാണിക്കുകയാണ്. ഇവിടെ എഴുതാത്ത ബാക്കി കാര്യം മറ്റു സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൻ ഈ അപ്പത്തിൻ്റെ ഒരു കഷ്ണം മേടിച്ചോണ്ട് അവൻ ആ ഡിന്നറിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഇരുട്ടായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ഇരുട്ടിലേക്ക് പോയി. എന്തൊരു ഭീകരമായ പോക്കായിരുന്നു. അവനൊരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. കൂടെ കൂടെ ശാസന കേട്ടിട്ട് അവൻ തിരുത്തുകയല്ല ചെയ്തത്, ഷാഢ്യം കാണിക്കുകയാണ് ചെയ്തത്. നീക്കുവൊക്കില്ലാതെ നശിച്ചുപോയി. അവൻ പോയി കാര്യത്തെക്കുറിച്ച് ഏതാണ്ടൊരു ചെറിയ വെളിച്ചം വന്നപ്പോൾ മഹാപുരോഹിതനെ പോയി കണ്ടു. അങ്ങേര് ഓടിച്ചു. എനിക്കൊന്നും അതിൽ ഇടപെടാൻ നോക്കിയല്ല, നീ തന്നെ അനുഭവിച്ചോളാൻ പറഞ്ഞു. അവനൊരു കയറ് മേടിച്ച് കെട്ടി ഞാൻ മരിച്ചു. നീക്കുപോക്കില്ലാതെ നശിച്ചു. നമുക്ക് പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കാം. അത് നമ്മെ തിരുത്തട്ടെ, നശിക്കാതിരിക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.